എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളക്ഷൻസ് ആയിട്ടുള്ള വൈറ്റ് ഗോൾഡ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പം ഇതിനകത്ത് നമ്മൾ രണ്ട് കമ്പനിയുടെ മെറ്റീരിയൽ കാണിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ലാൽജിവാല കാണിക്കുന്നുണ്ട്, ബാവ പ്രേമിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഡിസൈൻസ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ വീഡിയോ എല്ലാം ഒരു അവസാനം വരെ കാണുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര മനോഹരമായിട്ടുള്ള ഒരുപാട് ഡിസൈൻസ് നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആരും ഒന്നും മിസ് ചെയ്യരുത്. അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ മൊത്തത്തിലൊന്ന് കണ്ടുപോകാൻ പറഞ്ഞത്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പ് ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടെ പരിചയപ്പെടുത്തുവാണ്. നമ്മുടെ ലൊക്കേഷൻ വന്നത് മൂവാറ്റുപുഴയാണ്. നമ്മൾ ഹോൾസെയിൽ മാത്രമാണ് നിലവിൽ ചെയ്യുന്നുള്ളൂ. നൈറ്റി മെറ്റീരിയൽ, ടോപ്പ്, കുർത്തീസ്, അണ്ടർ സ്കേർട്ട്, കോട്ടൺ ഷോൾ, സ്റ്റിച്ചഡ് നൈറ്റീസ്, ഈ ഐറ്റംസ് എല്ലാം നമ്മൾ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്. റീറ്റെയിൽ നമ്മൾ നിലവിൽ ചെയ്യുന്നില്ല. മിനിമം പർച്ചേസ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 10 പീസാണ്. ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ട ക്വാണ്ടിറ്റി 10 പീസാണ്. 10 പീസ് എടുത്താൽ മാത്രമാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ ചെയ്യുള്ളൂ. അതിൽ താഴെയുള്ളതൊന്നും നമ്മൾ ഓർഡർ എടുക്കുന്നതല്ല. പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നത് 143 രൂപ പ്ലസ് GST ആണ്. 143 GST എന്ന് പറയുമ്പോൾ ഏകദേശം 150 രൂപയുടെ അടുത്തേക്ക് റേറ്റ് വരും. വർദ്ധമൻ, രാഹുൽ, ലാൽജിവാല, മഹാവീർ, അങ്ങനെ ഒരു 4-5 ബ്രാൻഡ് മാത്രമാണ് നമ്മളിവിടെ ഡീൽ ചെയ്യുന്നത്. ആ ബ്രാൻഡുകൾക്കിടെ എല്ലാം റേറ്റ് ഈ പറഞ്ഞ റേറ്റാണ്. 143 പ്ലസ് GST ആണ്. പിന്നെ ബണ്ടിലായിട്ടും ബെയിലായിട്ടും വേണമെങ്കിൽ എടുക്കാം, അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ബണ്ടിലായിട്ട് എടുക്കുമ്പം പെർ ഡിസൈനിന് മിനിമം 15 പീസ് എടുക്കണം. അപ്പോൾ റേറ്റിൽ ഇച്ചിരി വ്യത്യാസമുണ്ട്. അല്ല ഫുൾ ബണ്ടിൽ 30 പീസിൻ്റെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ ഷോപ്പ് വർക്കിംഗ് ആണ്. ആ സമയത്ത് നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ മെറ്റീരിയലിൻ്റെ ഡിസൈൻസ് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ ഈ നമ്പറിൽ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല എന്ന് ഒരുപാട് പേര് പറഞ്ഞായിരുന്നു. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ ഫോൺ ഷോപ്പിലായിരിക്കും. നമ്മൾ ഈ ഫോൺ എടുക്കുന്നുണ്ടാവാറില്ല എങ്ങോടെങ്കിലും. അപ്പോൾ അത് കാരണമാണ് ഈ നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ലാത്തത്. അപ്പോൾ എല്ലാവരും ആ വർക്കിംഗ് ടൈമിലൊന്ന് കോൺടാക്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. പിന്നെ നമുക്ക് സൺഡേ വർക്കിംഗ് അല്ല, സൺഡേ ഓഫാണ്. പിന്നെ ഏത് ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ഇന്ന ഐറ്റം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഫോട്ടോസ് ഉടനെ തന്നെ നിങ്ങൾക്ക് ഇട്ടുതരും. മാക്സിമം ഒരു 30 മിനിറ്റ് അതിന് മുമ്പ് ഉള്ളിൽ തന്നെ നിങ്ങൾക്ക് ഫോട്ടോസ് എല്ലാത്തിൻ്റെയും കിട്ടും. ഫോട്ടോസ് കിട്ടിക്കഴിയുമ്പോൾ തന്നെ നിങ്ങൾ മാക്സിമം പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഫോട്ടോസ് ഒരു മണിക്കൂറിൽ ഒരു 15-20 പേരെങ്കിലൊക്കെ ഫോട്ടോ വയ്ക്കും. അപ്പോൾ നമ്മൾ ആ ഫോട്ടോസ് അവർക്ക് എല്ലാവർക്കും കൊടുക്കും. അതിനകത്ത് ഒരു 5 പേര് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഡിസൈൻ തീർന്നിട്ടുണ്ടാവും. പിന്നീട് നിങ്ങൾ ഓർഡർ ചെയ്യാൻ വരുമ്പോഴത്തേക്കും ആ ഒരു ഡിസൈൻ ഉണ്ടാവില്ല. അതാണ് പെട്ടെന്ന് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആവുന്നതിൻ്റെ കാരണം. നമ്മൾ ഒരു ഡിസൈനിന് 60 പീസ് ഇതാണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഡെലിവറി ചാർജസ് വന്നിട്ട് ഇന്ത്യ പോസ്റ്റിലാണ് ഒരു ഐറ്റം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് 10 പീസിന് 140 രൂപ വരും ഇന്ത്യ പോസ്റ്റ് വഴി അയക്കുമ്പോൾ. അത് 320 പീസാണ്. അല്ല നമ്മുടെ റയോണൊക്കെ ആണെന്നുണ്ടെങ്കിൽ റേറ്റിൽ ഒരു ഇച്ചിരിയോടെയും കൂടുതൽ വരും. അതിന് വെയിറ്റ് കൂടുതലാണ്. അപ്പം ഓൾമോസ്റ്റ് അതിൻ്റെ റേറ്റിൽ കുറച്ച് വ്യത്യാസങ്ങൾ വരും. കൊറിയറിലാണ് അയക്കണമെന്നുണ്ടെങ്കിൽ 100 രൂപ വരും. പിന്നെ പാഴ്സലിന് അയക്കാൻ മിനിമം 40 പീസ് എടുക്കണം. എപ്പോഴും ലാഭകരമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് പാഴ്സൽ വഴി എടുക്കുമ്പോഴാണ്. നമ്മളിപ്പോൾ ഒരു 40 മുതൽ 120 പീസ് വരെയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് വന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 160 മുതൽ 190 രൂപയാണ് റേറ്റ് വരുന്നത്. ആ റേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കുള്ള റേറ്റ് വരും പാഴ്സൽ എടുക്കുമ്പോൾ. പക്ഷേ നിങ്ങൾക്ക് അതായത് 120 പീസ് വരെ ആ റേറ്റിനകത്ത് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ മാക്സിമം കോസ്റ്റ് കുറഞ്ഞ് തന്നെ നിൽക്കും അങ്ങനെ എടുക്കുമ്പോൾ. ഈ മെറ്റീരിയൽസ് തന്നെ നമുക്ക് 285 GSM ഐറ്റംസ് ആണ്. 290 കട്ടാണ്. ഇപ്പോൾ 290 എന്ന് പറഞ്ഞാലും കുറച്ചുകൂടെ കൂടുതലുണ്ടാകും. 290 പ്ലസ് ഒക്കെ ഉണ്ടാകും. 296 അത്രയൊക്കെ വരും. മിക്ക മെറ്റീരിയൽസും 295, 96 വരുന്നുണ്ട്. പിന്നെ പേയ്മെൻറ്റ് ക്യാഷ് ഓൺ ഡെലിവറി എന്നൊരു ഇത് നമ്മൾ ചെയ്യുന്നില്ല. അത് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകാരണം ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഗൂഗിൾ പേ, അക്കൗണ്ട് ട്രാൻസ്ഫർ, ഇത് രണ്ടും വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. നിങ്ങളൊരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങൾ അഡ്രസ്സ് തരണം. അഡ്രസ്സ് തന്നു കഴിയുമ്പോൾ അതിനകത്ത് എന്തായാലും പിൻകോഡ് എന്തായാലും വേണം കേട്ടോ. ഇന്ത്യ പോസ്റ്റാണോ കൊറിയറാണോ വേണ്ടതെന്ന് പറയുക. ബൾക്ക് പീസസ് എല്ലാം പാഴ്സൽ തന്നെയാണ് അയക്കുള്ളൂ. അതൊന്നും ഇന്ത്യ പോസ്റ്റും കൊറിയറും അവർ ഹാൻഡിൽ ചെയ്യില്ല. അവർക്ക് ഇപ്പോൾ കൊറിയറുകാർ പിന്നെയും ചെയ്യും. ഇന്ത്യ പോസ്റ്റിൽ ഒരു ലിമിറ്റ് ഉണ്ട്, ഇത്ര ലിമിറ്റ് വരെ അയക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ലിമിറ്റ് വരെയുള്ളതാണ് ഇന്ത്യ പോസ്റ്റിൽ കൊടുക്കുള്ളൂ. അത് തരും. അത് കഴിയുമ്പോൾ നമ്മൾ ബില്ല് വരും. ബില്ല് തന്നു കഴിഞ്ഞ് ഉടനെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അല്ല ഡിലേ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്തൊന്ന് പറയുക. പിന്നെ 2 ദിവസത്തിൽ കൂടുതൽ നമ്മൾ മാറ്റി വയ്ക്കില്ല. 2 ദിവസം കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് സെയിൽ ഓർഡർ ഓട്ടോമാറ്റിക് ക്യാൻസലാവും. അത് നമ്മൾ ക്യാൻസലായെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് വാട്സാപ്പിൽ അറിയിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇപ്പോൾ സമയം പറയുന്നുണ്ട് 2 ദിവസം എന്നുള്ള, അതിനുള്ള പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്ര പെട്ടെന്ന് പേയ്മെൻറ്റ് ചെയ്യണോ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിവിടെ നിന്ന് ഐറ്റം ഡിസ്പാച്ച് ചെയ്യും. നമ്മളിവിടെ നിന്ന് ഐറ്റം അയച്ചു കഴിഞ്ഞാൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണെങ്കിൽ കേരളത്തിൽ എവിടെയും 2-3 ദിവസത്തിനുള്ളിൽ കിട്ടും. കൊറിയർ ആണെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ മിക്ക സ്ഥലത്തും ഡെലിവറി ആവുന്നുണ്ട്. പിന്നെ പാഴ്സൽ സർവീസ് ആണെങ്കിൽ ഒരു 2 ദിവസം അതിനുള്ളിൽ തന്നെ എല്ലാ സ്ഥലത്തും ഡെലിവറി ആകുന്നുണ്ട്. നിങ്ങൾ സീരിയസ് ആയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോഴും എന്നാ പറയുക, പാഴ്സൽ വഴി തന്നെ ഐറ്റം എടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു 40 മുതൽ മുകളിലേക്കുള്ള പീസുകൾ എടുക്കാൻ നോക്കുക. അത് ഈ കുറവൊക്കെ ഇടയ്ക്ക് എടുത്തു എന്നൊരു പ്രശ്നമില്ല. പക്ഷേ എപ്പോഴും അങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കോസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒരു ലാഭത്തിൻ്റെ ഒരു പ്രൊപ്പോർഷൻ കുറയും. അപ്പോൾ
നമുക്ക് എപ്പോഴും എഫക്റ്റീവായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാഴ്സൽ സർവീസ് വഴി എടുക്കുന്നത് തന്നെയാണ് ബെറ്റർ. നമ്മളിപ്പം ഏതൊരു ബിസിനസ് എടുത്താലും അത് ഓൺലൈൻ ഇംപ്ലിമെൻറ്റേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ ഓൺലൈനോട് മുഖം തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. പലരും പറഞ്ഞിങ്ങനെ ഓൺലൈൻ വഴി എടുക്കുന്നത് നഷ്ടമാണ്, നൈറ്റ് മെറ്റീരിയൽ എടുക്കുന്നത് നഷ്ടമാണ്. അങ്ങനെ ശരിക്കും അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ല. ശരിക്കും നിങ്ങൾ പാഴ്സൽ വഴി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ ലാഭകരമാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എടുത്താണെങ്കിൽ ഒരു ഷോപ്പ് നടത്തുന്ന അയാൾ ഇപ്പോൾ നൈറ്റ് മെറ്റീരിയൽ എടുക്കാൻ വേണ്ടി എന്തായാലും ഒരു സെപ്പറേറ്റ് ഷോപ്പിൽ തന്നെ ചെല്ലണം. മിക്ക ഷോപ്പുകളിലും എല്ലാ ഐറ്റംസൊന്നും ചെയ്യണവരില്ല. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു രാവിലെ കട അടച്ചിട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ എന്നാ പറയണത്, എക്സാമ്പിളായിട്ടാണെങ്കിൽ ഇടുക്കി എന്നുള്ള ഒരാൾ രാവിലെ കട അടച്ചിട്ട് കഴിഞ്ഞാൽ എറണാകുളം പോയിട്ട് വരുമ്പോഴത്തേക്കും വൈകുന്നേരമാവും. അപ്പോൾ ആ ഒരു സമയം, പിന്നെ നിങ്ങളുടെ ട്രാവലിംഗ് എക്സ്പെൻസ്, അതൊക്കെ വെച്ച് നോക്കുമ്പം ഇത് നിസ്സാരം 160 രൂപയാണ് ഇതിനകത്ത് വന്നോളൂ. ഒരു മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ ഇവിടുന്ന് ഐറ്റം ഡിസ്പാച്ച് ആവും. നെക്സ്റ്റ് ഡേ ചിലർക്ക് ഇപ്പോൾ എന്നാ പറയുക, ഇപ്പോൾ നമ്മളിവിടെ മൂവാറ്റുപുഴയിൽ നിന്ന് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അടിമാലിയൊക്കെയാണെങ്കിൽ നെക്സ്റ്റ് ഡേ അവിടെ ഐറ്റം കിട്ടും. അപ്പോൾ ആ ഒരു ടൈം ഫ്രെയിമിൽ അവിടെ ഐറ്റം വരും. അപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷോപ്പ് അടച്ചിടണ്ട, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവിടെയും ലാഭമുണ്ട്. അല്ലാതെ തന്നെ പറയണേ, ഇപ്പം ഒരു നിങ്ങളുടെ സമയം, ഏറ്റവും വിലപ്പെട്ട ഒരു സാധനമാണ് സമയം. ഒരിക്കൽ നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല സമയം എന്ന് പറയുന്നൊരു ഇത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ആലോചിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് പോയി എടുക്കുമ്പോൾ എന്തുമാത്രം എക്സ്പെൻസ് ഉണ്ടെന്നുള്ളത് ആരും ചിന്തിക്കാതെയാണ് ഓൺലൈനിൽ ഇങ്ങനെ എടുക്കുന്നത് നഷ്ടമാണ് അങ്ങനെയുള്ളൊരു ഇത് പറയണത്. ഇപ്പം നമ്മുടെ ഷോപ്പിൽ തന്നെയാണെങ്കിൽ ദൂരെ നിന്നുള്ളവരൊക്കെ ആദ്യം ഒരു പ്രാവശ്യം വരും മെറ്റീരിയൽ നേരിട്ട് കാണാനൊക്കെ ആയിട്ട്. വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓർഡർ എല്ലാം ഓൺലൈൻ വഴി തന്നെയാണ് അവർ പ്ലേസ് ചെയ്യുന്നത്. എല്ലാ ഓർഡറും ഓൺലൈൻ ത്രൂ മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സ്പെഷ്യലായിട്ടുള്ള ഐറ്റംസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് നൈറ്റ് വിദ്യശാലയിൽ തന്നെ എന്തെങ്കിലും ഒരു ഇപ്പോൾ അടുത്തിടയ്ക്ക് നമ്മൾ കാണിച്ചൊരു ഫ്യൂഷൻ ഐറ്റം വന്നിട്ടുണ്ടെങ്കിൽ അവർ ജസ്റ്റ് ചിലപ്പോൾ ഇങ്ങനെ വരും. അല്ല ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ ഓൺലൈൻ തന്നെ ഓർഡർ ചെയ്ത് വിടും. നമ്മുടെ തന്നെ കുറേ കസ്റ്റമേഴ്സിന് നമ്മൾ പറഞ്ഞത് മനസ്സിലാക്കി കൊടുത്ത കാരണം ഇപ്പോൾ എന്നാ പറയണ, ഇന്ത്യ പോസ്റ്റൊക്കെ വഴി എടുത്തുകൊണ്ടിരുന്നവർ ഡൗട്ട്സാണ്, അവരെല്ലാം പാഴ്സലിലേക്ക് മാറിയിട്ടുണ്ട്. മിക്ക ടൗണിലും, അതായത് 90% ടൗണുകളിലും പാഴ്സൽ സർവീസിൻ്റെ കണക്ടിവിറ്റി ഉണ്ട്. ഇന്ത്യ പോസ്റ്റ് എങ്ങനെയാണ് കിട്ടുന്നത് അതുപോലെ തന്നെ പാഴ്സൽ സർവീസിനും കണക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ബിസിനസ് സ്വയം നടത്തുന്നവരാണെന്നുണ്ടെങ്കിൽ അവർക്കടുത്ത് അവിടെ കൊണ്ടുവന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും അവിടെ കിട്ടും. പക്ഷേ എക്സ്ട്രാ ഒരു ചാർജ് കൊടുക്കേണ്ടി വരും എന്നുള്ളൊരു ഇത് മാത്രമാണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സൗകര്യം പോലെ എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത് പറഞ്ഞാൽ മതി. നമ്മളതനുസരിച്ച് ഇവിടെ നിന്നുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യും. അപ്പോൾ അത് എല്ലാവരും ഒന്ന് ഓർത്ത് വയ്ക്കുക. ഹോം ഡെലിവറി കിട്ടാനുള്ളത് മാത്രമാണ് ഇന്ത്യ പോസ്റ്റിൽ എടുക്കാവുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾ പാഴ്സൽ അല്ലെങ്കിൽ കൊറിയറിനകത്ത് എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു സജഷൻ. സോ ഇന്നത്തെ വീഡിയോയും ഡിസൈൻസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോയും പുതിയ ഡിസൈൻസുമായിട്ട് കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.